കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഒരു സുപ്രധാനമായ ഒരു പരാമർശം നടത്തുകയുണ്ടായി. ആ പരാമർശം ഇങ്ങനെയായിരുന്നു: ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്ന രീതി. പലപ്പോഴും നമ്മൾ പത്രമാധ്യമങ്ങൾ കൂടി കേൾക്കുന്ന ഒരു വാർത്തയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, കേസ് കൊടുത്തു എന്നുള്ള രീതി. ഒരു പുരുഷന് വിവാഹ വാഗ്ദാനം നൽകി ആ വിവാഹ വാഗ്ദാനത്തിൽ കൂടി അവന്റെ ഇംഗത്തിന് വഴങ്ങുക എന്ന് പറയുമ്പോൾ അവിടെ തന്നെ അതിന്റെ രീതി നമുക്ക് മനസ്സിലാക്കിയെടുത്താൽ പോരെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുകയുണ്ടായി. ഒരു ഇൻഫ്ലുവൻസർ ആണ്, യൂട്യൂബിലൊക്കെ തിളങ്ങി നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് 20 യുവതികളാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി കൊടുത്തിട്ടുള്ളത്. ഇത് മുഖ്യധാര മാധ്യമങ്ങളൊക്കെ വാർത്തയായിട്ട് വന്നതാണ്. പക്ഷെ വലിയൊരു സോഷ്യൽ മീഡിയ ചർച്ചയിലേക്ക് പോയിട്ടില്ല. ഇത് ഇദ്ദേഹം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, 20 യുവതികൾ പോലീസിന് പരാതി കൊടുത്തു എന്ന രീതിയിൽ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാനുള്ളത്, ഒരു ആത്മാർത്ഥമായി വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള ഒരു പുരുഷനാണെങ്കിൽ ആ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയോട് ആ വിവാഹത്തിന് മുമ്പ് അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ഇപ്പൊ താലി കെട്ടുന്നതിനോ അല്ലെങ്കിൽ നിക്കാഹ് ആത്മവിത്തം കഴിക്കുന്നതിന് മുമ്പ് ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുകയില്ല. അഥവാ ഇനി അങ്ങനെ രീതിയിൽ ആവശ്യപ്പെടുന്ന ഒരു പുരുഷനാണെങ്കിൽ ആ സ്ത്രീ ഒരിക്കലും തന്നെ ആ പുരുഷനെ വിശ്വസിക്കാനും പാടില്ല. കാരണം വെച്ചാൽ അവന്റെ ആവശ്യം ഒരു താൽക്കാലികമായ ആവശ്യമാണ്. ഇത്തരത്തിലുള്ള പല വാർത്തകളും നിത്യേന കേൾക്കുന്ന ഒരു രീതിയാണല്ലോ. എന്നിട്ടും ഇതുപോലെയുള്ള വഞ്ചനയിൽ, ഇതുപോലുള്ള ചതികളിൽ ചെന്ന് തൊടുക എന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു കഴിവുകേട് തന്നെയാണ്. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പരിതപിച്ചിട്ട് കാര്യമുണ്ട്. നഷ്ടപ്പെടുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ഉള്ള ചാരിത്രം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഈ കാര്യം വളരെ ഗൗരവമായിട്ട് യുവതികൾ എടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അങ്ങനെ വിവാഹ വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ സമീപിക്കുന്ന, അതായത് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിറവേറ്റി തരണം എന്നുള്ള രീതിയിൽ ഒരു പുരുഷൻ സമീപിക്കുകയാണെങ്കിൽ ആ പുരുഷനെ ഒരിക്കലും തന്നെ ജീവിതകാലം മുഴുവൻ ഒരിക്കലും തന്നെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ പിന്മാറണം.